യൂദായുടെ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 25 വാക്യവും ഒരു അധ്യായവും അതിൽ 25 വാക്യമുള്ള യൂദായുടെ ലേഖനത്തിലെ 1-2 വാക്യങ്ങൾ ഇന്നലെ നമുക്ക് ചിന്തിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ പ്രധാനമായിട്ട് നമുക്ക് കണ്ട കാര്യം ഇങ്ങനെ ആയിരുന്നു: നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. മാത്രമല്ല, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതാണ്. ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവരാണ് നമ്മൾ. ആ സൂക്ഷിക്കപ്പെടൽ യേശുക്രിസ്തുവിന് വേണ്ടിയാണ് നാം സൂക്ഷിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടു, യേശുക്രിസ്തുവിന് വേണ്ടി ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരാണെന്ന് കണ്ടു. അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ 3-4 വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ താല്പര്യപ്പെടുന്നു. 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അതിങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യഥാർത്ഥത്തിൽ യൂദ എഴുതാൻ താല്പര്യപ്പെട്ട കാര്യം രക്ഷയെക്കുറിച്ചാണ്, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്രിസ്തീയ കോളത്തിൽ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കും അറിയാം. രക്ഷ ഇവിടെ എഴുതിയിരിക്കുന്ന പൊതുവിലുള്ള രക്ഷ എന്നാണ്. രക്ഷ എന്ന് പറയുമ്പം നമ്മളൊരാളോട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കുമ്പോഴോ, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉള്ള ചിന്ത പെട്ടെന്ന് വരുന്നത് വരാനുള്ള ദൈവകോപത്തിൽ നിന്ന് നാം ഒഴിവുള്ളവരായി തീർന്നോ, അല്ല അതാ തീർന്നിരിക്കുന്നു എന്നും, അല്ല ന്യായവിധിയിൽ നിന്ന് നാം ഒഴിവുള്ളവരായി തീർന്നു എന്നും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞ നിത്യമായ നരകത്തിന്റെ ആ നരകത്തിൽ നിന്ന് നാം ഒഴിവുള്ളവരായി തീർന്നു എന്നൊക്കെ ആയിരിക്കും. എന്നാൽ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മാത്രമല്ല രക്ഷ. അത് രക്ഷയുടെ പൂർണ്ണതയല്ല. നമ്മൾ 2 തെസ്സലോനിക്യ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യം വായിക്കുന്നു: ക്രിസ്തുയേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ സുവിശേഷത്താൽ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് കേവലം നരകത്തിൽ നിന്ന് നാം തെറ്റി ഒഴിഞ്ഞ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി മാത്രമോ, അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതോ, അല്ലെങ്കിൽ വരാനുള്ള ദൈവകോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി തീരാനോ, ഇവ ഒരു കാര്യം കൊണ്ടും അവസാനിക്കുന്നതല്ല രക്ഷ എന്ന് ആ വാക്യത്തിൽ നമുക്കറിയാം. അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുയേശുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ രക്ഷ എന്ന് പറയുന്നത് കേവലം നരകത്തിൽ നിന്നുള്ള ഒരു വിടുതൽ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് സമാധാനമുള്ളവരായി ദൈവമക്കളായി തീർന്നു, അതുകൊണ്ട് ഒതുങ്ങുന്നതോ അവസാനിക്കുന്നതോ അല്ല ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ സമാപ്തി എന്ന് പറയുന്നത്. അതിനേക്കാൾ വ്യാപകമായതും വലുതായതുമായ താല്പര്യം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ട്. നമ്മളെക്കുറിച്ച് ആ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷം നമ്മളെ എത്തിക്കേണ്ട ഒരു തലമുണ്ട്. അത് കേവലം നരകത്തിൽ നിന്നുള്ള വിടുതലല്ല, നിത്യ ശിക്ഷയിൽ നിന്നുള്ള ഒഴിവ് മാത്രമൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള കാര്യമാണ് ഈ സുവിശേഷത്താൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു: നമുക്ക് പൊതുവുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ സകല പ്രയത്നം കഴിച്ചു. രക്ഷയെക്കുറിച്ചാണ് യൂദ എഴുതാൻ താല്പര്യപ്പെട്ടത്. അതിനുവേണ്ടിയുള്ള എല്ലാ വട്ടം കൂട്ടലും നടത്തി, അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വളരെ താല്പര്യത്തോടെ നടത്തി രക്ഷയെക്കുറിച്ച് എഴുതാൻ വേണ്ടിയാണ്. ഞാൻ എഴുതിയത് രക്ഷയെക്കുറിച്ച് എഴുതാൻ സകല പ്രയത്നം ചെയ്യുകയിൽ പെട്ടെന്ന് രക്ഷയെക്കുറിച്ചുള്ള സബ്ജക്റ്റ് മാറ്റിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു: വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പൊ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമായി ആണ് എന്നെനിക്ക് തോന്നി.
അപ്പോ ഈ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ബലമേൽപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വിശ്വാസത്തിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് സുവിശേഷത്തിന്റെ പോരാട്ടം. പെട്ടെന്ന് നമുക്കൊരു സംശയം തോന്നുന്നു, ഈ പറഞ്ഞതിന്റെ സംശയം തോന്നാൻ സാധ്യതയുണ്ട്. വിശ്വാസത്തിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് സുവിശേഷത്തിനുള്ള പോരാട്ടമാണ്. സുവിശേഷം പറയാനുള്ള പോരാട്ടമൊന്നല്ല, സുവിശേഷത്തിന് വേണ്ടി. നമ്മളൊരു വാക്യം വായിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫിലിപ്പി ലേഖനം 1-ന്റെ-27 എഴുതിയിരിക്കുന്നത്: ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങളുടെ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന്. അപ്പൊ അവിടെ ഒരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. 27-ാം വാക്യത്തിന്റെ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം, ഫിലിപ്പിയില് 1-ന്റെ-27-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. ആ 27-ാം വാക്യത്തിന്റെ 2-ാം പകുതിയിലാണ് എഴുതിയിരിക്കുന്നത്: എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. അപ്പൊ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ട് ഫിലിപ്പിയ സഭയിലുള്ളവരൊരു പോരാട്ടം കഴിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തിന്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ അത് സുവിശേഷത്തിന്റെ പോരാട്ടം. ഇനി അതെന്താണ് ആ പോരാട്ടം? സുവിശേഷത്തിന് അങ്ങനെ പോരാട്ടമുണ്ട് ഉണ്ടെങ്കിൽ എന്താണ് ആ പോരാട്ടം? അത് ഫിലിപ്പി ലേഖനം 1-ന്റെ-27-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. 1-ന്റെ-27 തന്നെ അത് നമുക്കൊന്നുകൂടെ ആ ഭാഗം ചിന്തിക്കാം. ഫിലിപ്പ് 1-ന്റെ-27 അവിടെ എഴുതിയിരിക്കുന്നു: ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. അപ്പൊ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ ഒരു നടപ്പ് ഈ സുവിശേഷത്താൽ വിളിക്കപ്പെട്ടവർക്ക് വേണം. ആ നടപ്പ് നടക്കാൻ ഒരു പോരാട്ടം ആവശ്യമാണ്. അപ്പൊ ക്രിസ്തുവേശുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മൾ വിളിച്ചത്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ നമ്മളെ വിളിച്ചപ്പോൾ ആ സുവിശേഷത്തിന് അനുസൃതമായ ഒരു നടപ്പ് നമ്മളിൽ നിന്നുണ്ടാകണം. അങ്ങനത്തെ ഒരു നടപ്പ് നമ്മളിൽ ഉണ്ടാകാൻ അത് വെറുതെ ഉണ്ടാകുന്നല്ല, അതിന് വളരെ പോരാട്ടം കഴിച്ചാലേ ആ ഒരു നടപ്പുണ്ടാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇവിടെ യൂദ പറയുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് അത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ചതാണ്. വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ യാതൊരു അശുദ്ധിയും ചെയ്യാത്ത, അല്ലെങ്കിൽ യാതൊരു ദോഷവും ചെയ്യാത്ത, അല്ലെങ്കിൽ പാപമൊന്നും ചെയ്യാത്ത, അല്ല അങ്ങനത്തെ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു വ്യക്തിയെയാണ്, അല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ഒരു മനുഷ്യൻ വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. എന്നാല് വിശുദ്ധീകരിക്കപ്പെടുക അല്ലെങ്കിൽ വിശുദ്ധനായി തീരുക, അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ, വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശുദ്ധീകരിക്കുക എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് മാത്രമായിട്ട് മാറ്റിവെക്കുക എന്നതാണ്. ദൈവത്തിന് മാത്രമായി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെയാണ് വിശുദ്ധൻ എന്ന് പറയാൻ കഴിയുന്നത്. ദൈവത്തിന് മാത്രമായി സമർപ്പിക്കപ്പെട്ട മനുഷ്യൻ ആരോ അവൻ വിശുദ്ധനാണ്, അവനാണ് വിശുദ്ധൻ. കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനോട് പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു: ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു.
യേശുക്രിസ്തുവിന് വിശുദ്ധീകരിക്കപ്പെടാൻ തന്നിൽ തന്നെ യാതൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു. പൂർണ്ണ വിശുദ്ധനായിരുന്നു. പക്ഷെ യേശുക്രിസ്തു പറയുന്നു, ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ മാറ്റിവെക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായി ഇവർക്ക് വേണ്ടി മാത്രം, ഇവർക്ക് വേണ്ടി തന്നെ ഞാൻ എന്നെ തന്നെ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമായി സമർപ്പിക്കപ്പെടുകയും മാറ്റിവെക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തി ആരോ അവനാണ് വിശുദ്ധൻ. അവൻ വിശുദ്ധനാണ്. അപ്പൊ അങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നമ്മൾ ഇവിടെ കണ്ടു. ആ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിനനുസൃതമായ, സുവിശേഷത്തിനനുസൃതമായ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം. അങ്ങനെ പോരാടേണ്ടതിന് വേണ്ടിയാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. അതിനുവേണ്ടിയാണ് യൂദ ഈ ലേഖനം എഴുതുന്നത്. ഈ സുവിശേഷത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയല്ല. നമ്മൾ യാക്കോബിൻ അപ്പോസ്തലന്റെ ലേഖനം പഠിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇവിടെ കാണുന്നുണ്ട്. വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ശരീരം പോലെ നിർജ്ജീവമാണെന്നൊക്കെ താനവിടെ അവതരിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. വിശ്വാസത്തിനുള്ള പോരാട്ടം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയല്ല, വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അങ്ങനെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ആ സുവിശേഷത്തിനനുസൃതമായ നടക്കാൻ വേണ്ടി ഉള്ള ആ പ്രയത്നത്തിന്റെ, അല്ലെ ആ ഏൽപ്പിക്കപ്പെടലിന്റെ, അല്ലെങ്കിൽ ആ താല്പര്യത്തിന്റെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ആ പോരാട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ? സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് സത്യമാണ്. അതെല്ലാം സുവിശേഷത്തിന്റെ ഭാഗമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്താനം. അപ്പോ എബ്രായലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, 4-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. സദ്വർത്തമാനം എന്ന് പറഞ്ഞാൽ സുവിശേഷം കുറച്ചുകൂടി ലഘൂകരിച്ച് നമ്മൾ പറഞ്ഞാൽ സദ്വർത്തമാനം എന്നാൽ നല്ല വാർത്ത അഥവാ സുവിശേഷം. അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കുകയാൽ അവർക്ക് കേട്ട വചനം ഉപകാരമായി വന്നില്ല. അവര് നമ്മളെപ്പോലെ സുവിശേഷം കേട്ടതായിരുന്നു, ആ കേട്ട വചനം ഉപകാരമായി വന്നില്ല. എന്നിട്ട് പറയുന്നു, എന്തായിരുന്നു അവർ കേട്ട സുവിശേഷം? യഥാർത്ഥത്തിൽ സുവിശേഷം ആദ്യമായിട്ട് പറഞ്ഞത് ദൈവം തന്നെയാണ്. പിതാവായ ദൈവം ആണ് ആദ്യം സുവിശേഷം പറഞ്ഞത്. ആ ആദ്യമായി സുവിശേഷം കേട്ടത് അബ്രഹാമാണ്. അബ്രഹാമിനോട് പിതാവായ ദൈവമാണ് ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞത് എന്ന് നമ്മൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം കാണുന്നു. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുമ്പോൾ എന്നൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തതാണ്, അതാണ് ആദ്യത്തെ സുവിശേഷം എന്ന് പറയുന്നത്. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത സുവിശേഷം. ആ സുവിശേഷം എന്തായിരുന്നു? ആ സുവിശേഷം എന്ന് പറയുന്നത് നരകത്തീയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യമൊന്നുമല്ലായിരുന്നു. എന്നാൽ അവിടെ നേരെ മറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ സുവിശേഷം എന്താണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ സുവിശേഷം. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പിന്നെ അബ്രഹാമിന് പ്രോമിസും കൊടുത്തു, ഈ കനാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും.
അത് പ്രോമിസായിരുന്നു. എന്നാൽ നമ്മൾ കാണുന്നത് ഈ കേട്ട വചനം, ഈ ദൈവം പിതാക്കന്മാരോട് ചെയ്ത ഈ പ്രോമിസ്, ഈ വാഗ്ദത്തം ആ തലമുറയിൽ നിവർത്തിക്കപ്പെട്ടില്ല. ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് അറിയുകയും എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തമുണ്ട്. പിതാക്കന്മാരോട് ദൈവം സുവിശേഷം പറഞ്ഞായിരുന്നു. ആ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും പറയുന്നുണ്ട്. പിതാക്കന്മാരെന്ന് എബ്രായ ക്രിസ്ത്യാനികൾക്ക് അല്ലെ യഹൂദന്മാരോട്, ഇസ്രായേൽക്കാരോട് പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അതേ പിതാക്കന്മാര്, ഇസ്രായേലിന്റെ പിതാക്കന്മാര് അബ്രഹാമും ഇസാക്കും യാക്കോബുമാണ്. ദൈവം തന്നെ പല സ്ഥലത്തും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാം, പിതാക്കന്മാരെ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. അപ്പോൾ ഇതാണ് ഈ മൂന്ന് പേര്, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഇവരാണ് ഇസ്രായേലിലെ പിതാക്കന്മാർ. അപ്പൊ ഈ മൂന്ന് പേരോടും ദൈവം അബ്രഹാമിനോട് മാത്രമല്ല, ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇതേ കാര്യം തന്നെ ഇസാക്കിനോടും പറയുന്നുണ്ട്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കും. ഇതേ കാര്യം തന്നെ യാക്കോബിനോടും പറയുന്നുണ്ട്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കും. അപ്പോ അബ്രഹാമിനോട് നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ സന്തതി എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഇസാക്കല്ല, അത് യാക്കോബുമല്ല. ഈ മൂന്ന് പേരോടും പറയുന്നുണ്ട്, നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഈ സന്തതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിന്റെ സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പൊ ഈ യേശു ക്രിസ്തു മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള തിരുവെഴുത്തിന്റെ നിവൃത്തി ദൈവം യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയച്ച്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദനോ യവനനോ ആരായാലും യേശു ക്രിസ്തു മുഖാന്തരമുള്ള പിതാവിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമാണ് എന്നുള്ള ആ കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്രായേലിന്റെ പിതാക്കന്മാരോട് തന്നെ ദൈവം അരുളി ചെയ്തിരുന്നു. അതൊരു സുവിശേഷമായിരുന്നു. അല്ല, ആ സുവിശേഷത്തിന്റെ പൂർത്തിയിൽ ആ സുവിശേഷം എന്താണോ അവരോട് പറഞ്ഞത് അത് അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ സുവിശേഷം കൊണ്ട് ദൈവം എന്ന് പറഞ്ഞത്, ഈ കനാൻ നിനക്ക് ശാശ്വതമായ അവകാശമായി തരും, നിങ്ങൾക്ക് തരും. എന്നാൽ ആ കനാൻ അവർക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇന്ന് ആ കനാൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ് ഇന്ന് ആ കനാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കനാനാകുന്ന, അല്ലെങ്കിൽ ആ സുവിശേഷം ഈ കനാൻ അവകാശമായി തരും എന്നുള്ള അന്ന് പിതാക്കന്മാരോട് ചെയ്ത ആ വാഗ്ദത്തം, ആ സുവിശേഷം യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ആ വിശ്വാസമാണ്, ആ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് ക്രിസ്ത്യൻ ജീവിതത്തിൽ നയിക്കേണ്ടത് എന്ന് ഉള്ള ആ ഒരു മുന്നറിയിപ്പ്, ആ ഒരു കാര്യമാണ് യൂദ അവിടെ പറയുന്നത്. ഇപ്പൊ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും യേശു ക്രിസ്തുവിൽ വെച്ചുകൊള്ളണം എന്ന് ദൈവത്തിന് വായിക്കുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും യേശു ക്രിസ്തുവിൽ വെച്ചുകൊള്ളേണ്ടതിനാണ് ദൈവം യേശുവിനെ എഴുന്നേൽപ്പിച്ചതെന്ന് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കുറെ കാര്യങ്ങൾ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളുടെ അറിവ് അല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത്, അത് അല്ല എന്ന് പറയുമ്പോൾ അതില്ല എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്നത്, ഈ വിശ്വാസം ഉത്ഭവിക്കേണ്ടത് കുറെ കാര്യങ്ങളുടെ അറിവിൽ നിന്നല്ല, നേരെ മറിച്ച് വിശ്വാസം ഉരുത്തിരിഞ്ഞ് വരേണ്ടത്, അതിന് ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെ ആയിരിക്കണം. യേശു ക്രിസ്തുവിൽ നിന്നാണ് ഈ വിശ്വാസം നമുക്ക് വരേണ്ടത്. എന്ന് മാത്രമല്ല, വിശ്വാസം നമ്മൾ കേൾക്കുന്ന കുറെ തത്വങ്ങളിലല്ല, വിശ്വാസം നമുക്ക്
യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്തെങ്കിലും അനിന്യൻ തന്നെ സത്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ അറിവിലല്ല, നേരെ മറിച്ച് നമ്മുടെ വിശ്വാസം അവനിൽ തന്നെ ആയിരിക്കണം, അഥവാ ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. അപ്പൊ ഇങ്ങനെ ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് വേണ്ടിയാണ് ഇത് താൻ എഴുതുന്നെന്ന് യൂദ ഇവിടെ അവകാശപ്പെട്ട് പറയുന്നു. താൻ ആഗ്രഹിച്ചിരുന്നത് രക്ഷയെക്കുറിച്ച് പറയാൻ വേണ്ടി, എഴുതാൻ വേണ്ടി. എന്നാൽ രക്ഷയെക്കുറിച്ച് എഴുതുന്നതിനേക്കാളും അത്യാവശ്യമായ കാര്യം വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതാണ്, അതിനുവേണ്ടി എഴുതുന്നത്. കാരണം രക്ഷ എന്ന് പറയുന്നത് വിശ്വാസം കൂടാതെ പ്രാപിക്കുന്ന കാര്യമല്ല. വിശ്വാസത്തിന്റെ അനന്തര ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷ അല്ല, ആദ്യം വിശ്വാസമാണ്. വിശ്വാസത്താലാണ് ഏതൊരു മനുഷ്യനും രക്ഷയിലേക്ക് വരുന്നത്. വിശ്വാസം മൂലമല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് റോമനായിട്ട് നമ്മൾ കാണുന്നു. വിശ്വാസമാണ് രക്ഷയുടെ അടിസ്ഥാനമായിരിക്കുന്നത്, വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരവേൽപ്പിച്ചതാണ്. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട മനുഷ്യൻ ആരോ, വ്യക്തി ആരോ, അവനാണ് വിശുദ്ധൻ. അത് നമുക്ക് എല്ലാവർക്കും ആകാം, ഒരാൾക്കല്ല, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ആകാം. അപ്പൊ ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കാം, ഇന്ത്യയിലുള്ള ഏത് ഇന്ത്യൻ പൗരനും ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാം, അതിന് യാതൊരു തടസ്സവും ഇല്ല. ആർക്കും ഇന്ത്യൻ പൗരൻ, ഏത് ഇന്ത്യൻ പൗരനും ഇന്ത്യന്റെ പ്രസിഡന്റ് ആകാം. എന്നാൽ അങ്ങനെ ആകുന്നത് അപൂർവം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രസിഡന്റായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ഒരാള് എനിക്കായിത്തീരാം, നമുക്ക് ആർക്കും ആയിത്തീരാം. പക്ഷെ നമ്മൾ ആയിത്തീരുന്നില്ല. ആയിത്തീരാത്തത് ഇന്ത്യ ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തെ യാതൊരു വീഴ്ച കൊണ്ടുമല്ല, നേരെ നമ്മൾ ആയിത്തീരുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ വിശുദ്ധൻ എന്ന് പറയുന്ന ആർക്കും വിശുദ്ധനായിത്തീരാം. ആ വിശുദ്ധനാകണമെങ്കിൽ ആ യോഗ്യത ആ ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവനായിരിക്കും. അങ്ങനെയുള്ള വിശുദ്ധൻ, അവനാണ് വിശുദ്ധൻ. ആ വിശുദ്ധന്മാർക്ക് വരമേൽപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. അത് ഞാനാകാം, നമുക്ക് എല്ലാവർക്കും ആകാം. ആ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വരമേൽപ്പിച്ച വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. 4-ാമത്തെ വാക്യം ഞാൻ വായിച്ചത്. ദൈവത്തിന്റെ കൃപയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അർഹതയില്ലാത്ത ദാനമാണ് കൃപ എന്നൊക്കെ വളരെ ലളിതമായിട്ട് നമ്മൾ പറയാറുണ്ട്. അത് യഥാർത്ഥം ആണ്. ദൈവത്തിന്റെ കൃപ അതാണ്. നമ്മൾ യാതൊരു യോഗ്യതയുമില്ല, എന്നാൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതാണ് കൃപ. എന്നാൽ ഒരു യോഗ്യതയും അതിന് വേണ്ടേ? ദൈവത്തിന് നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഏവനോടും കൂടെ ദൈവകൃപ ഇരിക്കുമാറാകട്ടെ എന്ന പൗലോസ് അപ്പോസ്തലൻ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നു. അപ്പോ കർത്താവ് യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഏവനോടും കൂടെയാണ് ദൈവകൃപ ഇരിക്കുന്നത് എന്ന് മാത്രമല്ല, ദൈവത്തിന് വരുന്ന ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ കൊടുക്കുന്നു. അപ്പൊ കൃപ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ ഒഴുകി വരുന്ന ഒരു ഒഴുക്കുവെള്ളം മാത്രമാണ് കൃപ എന്ന് നമ്മൾ ധരിക്കരുത്. നേരെ മറിച്ച് അത് ആ കൃപ പ്രാപിക്കണമെങ്കിൽ, അത് എനിക്ക് ലഭ്യമാകണമെങ്കിൽ എനിക്ക് അതിനു വേണ്ടിയുള്ള ഒരു യോഗ്യത വേണം. ആ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളൊന്നുമല്ല. അതിനുള്ള ഒരു താഴ്മ നമുക്ക് വേണം. കൃപ പ്രാപിക്കണമെങ്കിൽ ആ കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു താഴ്മ നമുക്ക് ആവശ്യമാണ്. എന്ന് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ അക്ഷയമായി സ്നേഹിക്കാൻ മനസ്സ് വെക്കുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ കൃപ ദൈവം ധാരാളമായി കൊടുക്കും. കൃപ എന്ന് പറയുന്നത് വെറുതെ എന്താ പറയുക, നമ്മുടെ പൈപ്പ് വെള്ളം പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കൃപ, ഒരു കാര്യമാണ്, ഒരു വസ്തുതയാണ് കൃപയെന്ന് തെറ്റായി ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനല്ല. കൃപ ഈ കാലത്ത് ആ കൃപയെ
ദുഷ്ടപ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മളിങ്ങനെ റോമായത്തിൽ വായിക്കുന്നല്ലോ, എന്നാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും വരുത്. അപ്പോ എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നു, എന്നാൽ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ കൃപ പെരുകണമെങ്കിൽ പാപം ചെയ്താലേ കൃപ പെരുകത്തുള്ളൂ എന്നുള്ള ഒരു പഠിപ്പിക്കല്, തെറ്റായൊരു പഠിപ്പിക്കല്, ദൈവജനത്തിന്റെ വിരുദ്ധമായൊരു പഠിപ്പിക്കല് ഇന്ന് ലോകത്തിൽ എമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വ്യാപിക്കുന്നുണ്ട്. അപ്പോ ഈ ഏത് പാപം ചെയ്താലും അതിനെ അതിജീവിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. അതിനെ അതിജീവിക്കുന്ന ദൈവകൃപയുണ്ട്. ഇപ്പൊ 50 ഡിഗ്രി പാപം ചെയ്താൽ 51 ഡിഗ്രി എങ്കിലും കൃപയുണ്ട്. കാരണം ഈ പാപത്തെ മൂടുന്ന ദൈവത്തിന്റെ കൃപ, പാപത്തെ മൈനസാക്കി കളയാൻ, ഇല്ലായ്മയാക്കി കളയാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് കിട്ടും എന്നുള്ള തെറ്റായ ഒരു പഠിപ്പിക്കല് ആ കാലത്തും ഉണ്ടായിരുന്നു, ഈ കാലത്തും ഉണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കൃപയെ ഇവിടെ നമ്മൾ വായിക്കുന്ന 4-ാം അധ്യായത്തിൽ വായിക്കുന്ന ദൈവത്തിന്റെ കൃപയെ, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരാണ്. യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സാധ്യതയുള്ളത് എബ്രായരിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾക്കായിരിക്കാം. അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചായിരിക്കാം ഇത് താൻ അവർക്ക് വേണ്ടിയും കൂടെ ആയിരിക്കാം അത് എഴുതുന്നത് നമുക്ക് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. കാരണം യേശു ക്രിസ്തുവിനെ ഇപ്പൊ ഗലാത്യ ലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവമക്കളായി തീർന്ന്, കർത്താവിന്റെ സുവിശേഷം കേട്ട് ദൈവമക്കളായി തീർന്നാൽ പോലും അവര് ന്യായപ്രമാണത്തിന്റെ ചില അനുഷ്ഠാനങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളും കൂടെ അവർ ചെയ്തിരിക്കണം എന്ന് ഒരു പഠിപ്പിക്കല് ഗലാത്യ സഭകളിലൊക്കെ ഉണ്ടായി. എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന അഭക്തരായ ചിലർ ഇവിടെ നുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നുഴഞ്ഞു വന്നവർക്ക് വേണ്ടി, അവർ നുഴഞ്ഞു വന്നവരെ എയിം ചെയ്ത് ലക്ഷ്യം വെച്ചിട്ടും കൂടെയാണ് താൻ ഇങ്ങനെ എഴുതുന്നത്. വിശ്വാസത്തിന് വേണ്ടി അവർ പോരാടണം നിങ്ങൾ. അപ്പോൾ അങ്ങനെ നുഴഞ്ഞു വന്നവരുടെ പ്രധാന പഠിപ്പിക്കൽ വിശ്വാസമായിരിക്കത്തില്ല, പ്രവൃത്തിയായിരിക്കും. അപ്പൊ ന്യായപ്രമാണം അനുശാസിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രമാണം അല്ലല്ലോ, നമുക്കറിയാം. അവര് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു, രണ്ടാമത്തെ ഭാഗം നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർ, യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന അഭക്തരായ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുകയും ഈ കൃപയെ തുച്ഛീകരിക്കുകയും ഇങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഗണ്ണിച്ചുകൊണ്ട് താൻ പറയുന്നു, ഒരു കൂട്ടരോട് പറയുന്നു, വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി എന്നിവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ലാതെ മറ്റ് യാതൊരു കാര്യത്തിനും വേണ്ടി അല്ല നിങ്ങൾ നിൽക്കേണ്ടത്, നേരെ മറിച്ച് വിശ്വാസത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. അപ്പോൾ ഈ കൃപ ധാരാളം കിട്ടും. പാപം ചെയ്താൽ അല്ലെ ഇമ്മോറൽ അസാൻമാർഗികമായിട്ട് ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന്റെ കൃപ നമുക്ക് കിട്ടും എന്നുള്ള പഠിപ്പിക്കൽ ഇന്ന് ഉണ്ട്, അന്നും ഇതുണ്ട് എന്ന് നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്നു. പക്ഷെ അവിടെ അതിന്റെ അടുത്ത സെന്റൻസിൽ വാചകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അവർക്ക് ശിക്ഷാവിധി ഉണ്ട്. ഈ ശിക്ഷാവിധി ഇപ്പോഴൊന്നും എഴുതിയതല്ല, പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് 5-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞു എങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, പണ്ട് തന്നെ എഴുതിയിരിക്കുന്ന ഒരു ശിക്ഷാവിധി ഉണ്ട്. അതിനെക്കുറിച്ചാണ് താഴോട്ട് 5-ാം അധ്യായം മുതൽ പറയുന്നത്. ഇപ്പോ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് 5-ാം അധ്യായം മുതലുള്ള 5-ാം വാക്യം മുതലുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ച് നമുക്ക് അടുത്ത ദിവസം പഠിക്കാൻ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വാരത്തിന്റെ മുമ്പാകെ നമുക്ക് ആയിരിക്കാൻ കഴിഞ്ഞല്ലോ. ദൈവം
നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ രക്ഷയെ അതിൻ്റെ സമ്പൂർണമായ ദൈവഹിതത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്